നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റിലുള്ള ഒരു സ്നാക്ക് ആയിട്ടാണ്, ഒരു മുട്ട ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ മുട്ട ചമ്മന്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒരു മുട്ടയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് 6 മുട്ട ഒന്ന് പുഴുങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ നമുക്ക് ഇതൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കാം. നമ്മൾ ഒരു മുട്ട ബജിയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു മഞ്ഞയും വെള്ളയും വേർതിരിച്ചിട്ട് വെക്കാം. രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. അപ്പം കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ പാകത്തിന് കട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക്, 4-5 ചെറിയ ഉള്ളി, ചെറിയൊരു പീസ് ഇഞ്ചിയും, ആവശ്യത്തിന് ഉപ്പും, ആ ചമ്മന്തിയുടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചമ്മന്തി അരക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ചമ്മന്തി ഒന്ന് അരച്ച് സെറ്റാക്കി വെക്കാം. ഇപ്പോൾ ഇതാ മഞ്ഞയും വെള്ളയൊക്കെ ഞാനൊന്ന് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ മഞ്ഞയിൽ തന്നെ പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചമ്മന്തിയും കൂടെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയുടെ മഞ്ഞ നമുക്ക് ഫുള്ള് ഇതിലേക്ക് ആവശ്യമില്ല. ആ ഒരു ബാക്കിയുള്ള പോർഷൻ നമുക്ക് ചമ്മന്തി കൊണ്ടിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ ചമ്മന്തിയും ആ മുട്ടയുടെ മഞ്ഞയും കൂടെ നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അതാണ് നമ്മൾ ഈ ഒരു ബാക്കിയുള്ള ഭാഗത്തേക്ക് മുട്ടയുടെ പുഴുങ്ങിയ ആ ഒരു ഇതിലേക്ക് നമ്മൾ കവർ ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കുന്നത്. അതാണ് ശരിക്കും നമ്മളുടെ ഇതിൻ്റെ ആ ഒരു ഫില്ലിങ് കേട്ടോ. ശരിക്കും നമ്മൾ മുട്ട ബജിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കിയിട്ട് ആ മഞ്ഞയായിട്ട് യോജിപ്പിക്കാറില്ലേ, അതുപോലെ ചെയ്യണ പോലെ തന്നെ ഇതൊന്ന് ഫില്ല് ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കുക. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്യണത് ബ്രെഡ് ക്രംസും അതുപോലെ തന്നെ ഒരു മുട്ട ഉപ്പ് മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലും കൂടെ ഡിപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ മുട്ട ആയതുകൊണ്ട് തന്നെ ആ ഒരു വെള്ള പോർഷൻ എണ്ണയിലേക്ക് ഒന്ന് ചെറിയൊരു ടച്ച് ചെയ്യുന്നാൽ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒരു ഡബിൾ കോട്ടിങ് ചെയ്യണത് എപ്പോഴും നല്ലതായിരിക്കും. ഇനിയിപ്പോൾ മുട്ട നിങ്ങൾ കഴിക്കില്ല, മുട്ട കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒരു തിക്ക് ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്ത് പൊരിക്കായിരിക്കും മുട്ട കഴിക്കാത്തവർക്ക് നല്ലത്. അപ്പോൾ ഇതൊന്ന് നല്ല ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ഓയിൽ വേണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് നമ്മൾ കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ല, ഒരുപാട് സമയമൊന്നും വേണ്ട. ആ ഒരു പുറത്ത കോട്ടിങ് ഒരു നല്ലൊരു ഗോൾഡൻ കളർ ബ്രൗൺ ആവുന്ന ആ ഒരു സമയം മാത്രം മതിയാവും. ഇതിപ്പോൾ ഡബിൾ കോട്ടിങ് ചെയ്തതുകൊണ്ട് തന്നെ മുട്ടയുടെ വെള്ളമൊന്നും പൊട്ടിത്തെറിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഡബിൾ കോട്ടിങ് ചെയ്തത് തന്നെ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി സ്നാക്കാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു കെച്ചപ്പോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ കുറച്ച് മയണൈസൊക്കെ നമ്മൾ ഹോം മെയ്ഡായിട്ട് റെഡിയാക്കിയിട്ട് അതും കൂടെ സൈഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സാധാരണ എപ്പോഴും നമ്മൾ മുട്ട ബജിയൊക്കെ അങ്ങനെ റെഗുലറായിട്ട് ഉണ്ടാക്കില്ലേ, അതിൽ നിന്നൊന്ന് വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക.